ചാവക്കാട് സിവിൽ സ്റ്റേഷൻ റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആക്ഷേപം. വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന ആളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളരി പുല്ലഴി സ്വദേശി ഉമേഷാണ് അറസ്റ്റിലായത്. ദേശീയ ആരോഗ്യ മിഷന്റെ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പുരസ്കാരം ആനാപ്പുഴ അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്. ആധുനിക ചികിത്സാ രംഗത്തെ മികവിന് സംസ്ഥാനത്ത് ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കുന്ന ആദ്യ പുരസ്കാരം. ചരിത്ര പ്രശസ്തമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയ്ക്ക് ആരംഭമായി. തിങ്കളാഴ്ച നടക്കുന്ന ഭരണിവേലയിൽ പങ്കെടുക്കാൻ ദേശക്കുതിരകൾ ഒരുങ്ങി. വാർത്തകൾ വിശദമാക്കുന്നു. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരം റോഡിലെ ടൈൽസ് വിരിക്കൽ നീണ്ടുപോകുന്നു. കരാറുകാരുടെ അനാസ്ഥയെന്ന് ആരോപണം. 2018 ഡിസംബറിലാണ് 95 ലക്ഷം രൂപ ചിലവഴിച്ച് മുല്ലത്തറ മുതൽ സിവിൽ സ്റ്റേഷൻ വരെ കട്ടവിരിക്കൽ ആരംഭിച്ചത്. എന്നാൽ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാത റോഡ് പൂർണ്ണമായി അടച്ചിട്ടാണ് പണികൾ ആരംഭിച്ചത്. പണികൾ നീണ്ടുപോയതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജനുവരി അവസാനത്തോടെ റോഡ് പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. എന്നാൽ സിവിൽ സ്റ്റേഷന്റെ ഇരുവശത്തുമുള്ള കട്ടവിരിക്കൽ നീണ്ടുപോയി. കരാറുകാരൻ പണി വൈകിപ്പിക്കുന്നു എന്നാണ് ഹൈവേ അധികൃതർ പറയുന്നത്. കാസർഗോഡ് ജില്ലക്കാരനായ കരാറുകാരൻ മറ്റൊരാൾക്ക് സബ് കരാർ നൽകിയെന്നാണ് അറിവ്. ഇതുമൂലമാണ് പണികൾ വൈകുന്നതെന്നും പറയുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകളെത്തുന്ന സിവിൽ സ്റ്റേഷൻ പരിസരത്തെ പണികൾ അധികാരികൾ ഇടപെട്ട് ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചാവക്കാട്. ജംനാപ്യാരി ആടുകളടക്കം വിലപിടിപ്പുള്ള വളർത്തുമൃഗങ്ങളെ മോഷ്ടിക്കുന്നയാളെ അന്തിക്കാട് SI സംഗീത പുനത്തിൽ അറസ്റ്റ് ചെയ്തു. ഒളരി പുല്ലഴി ഐക്കാട്ട് കോളനിയിൽ ഉമ്മാപ്പിള്ളി വീട്ടിൽ ഉമേഷാണ് അറസ്റ്റിലായത്. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർ പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവയെ കണ്ടെത്താനായത്. ഇത്തരം വളർത്തുമൃഗങ്ങളെ വിൽപ്പന നടത്തിയ ശേഷം അതേ വീട്ടിൽ നിന്നും മോഷ്ടിച്ച് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ഉമേഷിന്റെ രീതി. ഇയാളുടെ വീട്ടിൽ നിന്നും ധാരാളം അങ്കക്കോഴികളെയും പ്രാവുകളെയും കണ്ടെത്തി. മുറ്റിച്ചൂർ, ആറാങ്കല്ല്, ലാലൂർ, അരണാട്ടുകര എന്നിവിടങ്ങളിൽ നിന്ന് പ്രതി വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ചതായി തെളിഞ്ഞു. അന്തിക്കാട് SI സംഗീത പുനത്തിലിന്റെ നേതൃത്വത്തിൽ ASI റെജിക്കുട്ടി, മാധവൻ, ഫൈസൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൂടിയ വർഗത്തിൽപ്പെട്ട ജംനാപ്യാരി വിഭാഗത്തിൽപ്പെട്ടതും ബീറ്റൽ വർഗത്തിൽപ്പെട്ടതുമുള്ള ആടുകളെ മോഷ്ടിക്കുകയും അവ മറച്ചു വിൽക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്, മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള അതേപോലുള്ള വില കൂടിയ നായ വർഗത്തിൽപ്പെട്ടവരും അതിനെയും മോഷ്ടിച്ചിട്ട് മറച്ചു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മോഷണശ്രമമാണ് ഇദ്ദേഹം നടത്തി വരുന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വിശന്നു കരഞ്ഞ ആടുകളെയും നായയെയും സമാധാനിപ്പിക്കാൻ SI അടക്കമുള്ള പോലീസുകാർ നെട്ടോട്ടം. കാക്കിയിട്ടാലും ഭക്ഷണം തന്ന് സംരക്ഷിക്കുന്ന പോലീസിനോട് ഇണങ്ങി ജംനാപ്യാരിയും കൂട്ടരും. വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച കേസിൽ പിടിയിലായ ഒളരി പുല്ലഴി ഉമ്മാപ്പള്ളി വീട്ടിൽ ഉമേഷിന്റെ കയ്യിൽ നിന്നും പിടികൂടിയ ജംനാപ്യാരി അടക്കമുള്ള വളർത്തുമൃഗങ്ങൾക്കാണ് ഒരു ദിവസം പോലീസിന്റെ സൗഹാർദ്ദത്തിൽ കഴിയാൻ യോഗമുണ്ടായത്. വിശപ്പിന്റെ വിളി വന്ന മൃഗങ്ങളുടെ രോദനം പോലീസുകാർക്കും വേദനയായി. പോലീസുകാർ ഓരോരുത്തരായി ആടിനെ പല സ്ഥലങ്ങളിൽ മാറ്റിക്കെട്ടി തീറ്റ എത്തിച്ചുകൊടുത്തു. 7-ാം തീയതി പുലർച്ചെ 1 മണിക്കാണ് ഉമേഷ് മുറ്റിച്ചൂരിൽ നിന്ന് മുഹമ്മദ് ഹനീഫയുടെ ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടിനെ മോഷ്ടിക്കുന്നത്. തുടർന്ന് കാൽനടയായി 8 കിലോമീറ്ററോളം സഞ്ചരിച്ച് കാഞ്ഞാണി പെരുമ്പുഴ പാടത്തുള്ള 6-ാം കല്ലിനോട് ചേർന്ന കരിക്ക് വിൽപ്പനശാലയ്ക്ക് സമീപം ആടിനെ കെട്ടിയിട്ടു. ഇതിനുശേഷം 300 മീറ്റർ അപ്പുറത്തുള്ള എറവ് 6-ാം കല്ല് കുന്നൻ പൗലൂസിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് അവിടെയുള്ള ജംനാപ്യാരിയെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് കരിക്ക് വിൽപ്പനശാലയ്ക്ക് സമീപം കെട്ടിയിട്ടു. പിന്നീട് ആ വഴി വന്ന ബൈക്കിൽ കയറി കാഞ്ഞാണിയിലെത്തി ഓട്ടോ വിളിച്ച് ആടുകളെ ഒളരിയിലെ വീട്ടിലെത്തിച്ചു. 4-ന് പുലർച്ചെ 3 മണിക്കാണ് ചേറ്റിപ്പുഴ ഗാന്ധിനഗറിലുള്ള ചക്കാടത്ത് മണിയുടെ വീടിന്റെ ഗേറ്റിൽ കെട്ടിയിട്ടിരുന്ന നായയെ മോഷ്ടിക്കുന്നത്. 7-ന് പുലർച്ചെയാണ് അരണാട്ടുകര ലാലൂരിലുള്ള മേനാച്ചേരി വീട്ടിൽ പോളിന്റെ വീട്ടിൽ നിന്നും അടുത്ത ജംനാപ്യാരിയെ മോഷ്ടിക്കുന്നത്. പകൽ സമയം ബൈക്കിൽ കറങ്ങി നടന്നാണ് ഇയാൾ വീടുകൾ കണ്ടെത്തുന്നത്. ആടുകളുടെ കച്ചവടമുള്ള ഇയാൾ ആടിനെ വിറ്റ ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് എത്തി മോഷ്ടിക്കുന്നതാണ് രീതിയെന്ന് പോലീസ് പറഞ്ഞു. TCV അന്തിക്കാട്. ആധുനിക ചികിത്സാ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തിയതിനുള്ള നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പുരസ്കാരം കൊടുങ്ങല്ലൂർ ആനാപ്പുഴ അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്. ഈ ദേശീയ അംഗീകാരം ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ അർബൻ ഹെൽത്ത് സെന്ററാണ് ആനാപ്പുഴ അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രം. ആരോഗ്യ കേന്ദ്രത്തിന്റെ ചികിത്സാ പരിശോധനാ രംഗങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം ലഭിച്ചത്. രോഗി സൗഹൃദ അന്തരീക്ഷം, ശുചിത്വം, മരുന്നുകളുടെയും പരിശോധനകളുടെയും ലഭ്യത, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, രോഗികളുടെ സംതൃപ്തി, ജനറൽ ക്ലിനിക്, ഫാർമസി തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ വിലയിരുത്തി
വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ ആരോഗ്യ മിഷൻ നിയോഗിച്ച പാനലിലെ വിദഗ്ധർ ആശുപത്രി സന്ദർശിച്ച് വിലയിരുത്തിയത്. 2018 ഡിസംബർ 4-5 തീയതികളിലാണ് കേന്ദ്ര സംഘം സന്ദർശനം നടത്തിയത്. ആനാപ്പുഴ എന്ന മത്സ്യഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ 2 ഡോക്ടർമാരും ഒരു ENT സ്പെഷ്യലിസ്റ്റും ഉൾപ്പെടെ 16 ജീവനക്കാരാണുള്ളത്. പ്രതിദിനം 200-ലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇവിടെ ലഭ്യമാണ്. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമനാഥൻ, വാർഡ് കൗൺസിലർ ഷീല രാജ്കമൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആദർശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും നഗരസഭയുടെയും നേതൃത്വപരമായ ഇടപെടലുകളും ഈ അംഗീകാരത്തിന് കാരണമായിട്ടുണ്ട്. TCV കൊടുങ്ങല്ലൂർ. ചരിത്ര പ്രശസ്തമായ വേലൂർ വെങ്കിലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയ്ക്ക് ആരംഭമായി. വേലൂർ ദേശകുതിരയ്ക്ക് തല കൊളുത്തിയതോടെയാണ് 3 ദിനരാത്രങ്ങളിൽ നാദവർണ്ണ വിസ്മയം പെയ്തിറങ്ങുന്ന കുതിരവേലയ്ക്ക് ആരംഭമായത്. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകുന്നേരം വേലൂർ വടക്കുമുറി കുതിരപ്പറമ്പിൽ നിന്നും വേലൂർ ദേശകുതിര എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഇതോടൊപ്പം അയ്യപ്പൻകാവ് കുതിരയും അമ്പല തിരിക്കുതിരയും കുട്ടിക്കുതിരകളും അശ്വതിവേലയിൽ കാവ് കയറി. വേലൂപ്പറമ്പിൽ അയ്യപ്പന്റെ നേതൃത്വത്തിൽ കാളി, മൂക്കാൻ ചാത്തൻ തുടങ്ങിയ അവകാശവേലയും ദേശക്കുതിരയെ അനുഗമിച്ച് ക്ഷേത്രത്തിലെത്തി. കൊണ്ടയൂർ കുട്ടന്റെ നേതൃത്വത്തിലുള്ള മേളം, തൃശൂർ ചിലങ്ക കലാസമിതിയുടെ ശിങ്കാരിമേളം, മുണ്ടത്തിക്കോട് KV കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പൂക്കാവടി എന്നിവ കുതിരവരവിന് അകമ്പടിയായി. തിങ്കളാഴ്ച നടക്കുന്ന ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വിവിധ കുതിര സമുദായങ്ങളായ വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ തുടങ്ങിയ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. തുടർന്ന് ഭക്തർ ദേവിക്ക് അരിപ്പറ സമർപ്പിക്കും. രാത്രി 10-ന് പ്രസിദ്ധമായ അരിപ്പറ മേളം ആരംഭിക്കും. കുതിരവേലയുടെ ഭാഗമായി വടക്കാഞ്ചേരി കേച്ചേരി റോഡിൽ ചുങ്കം മുതൽ തലക്കോട്ടുകര വരെ തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കുമെന്ന് എരുമപ്പെട്ടി പോലീസ് അറിയിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ചുങ്കം സെന്ററിൽ നിന്നും, കേച്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തലക്കോട്ടുകരയിൽ നിന്നും വഴിതിരിച്ചുവിടുമെന്ന് CI വിപിൻ ഗോപിനാഥ് അറിയിച്ചു. TCV എരുമപ്പെട്ടി. വിവാദങ്ങൾക്കും സിനിമാ ഷൂട്ടിങ്ങിനും വിട നൽകി ഇന്നസെന്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വീണ്ടും നേരിടാനൊരുങ്ങുന്നു. അനൌദ്യോഗിക പ്രചരണത്തിന് തുടക്കം കുറിച്ച് ഇരിങ്ങാലക്കുട ബിഷപ്പിന്റെ അനുഗ്രഹം തേടി ഇന്നസെന്റ് എത്തി. 1750 കോടി രൂപ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ സാധിച്ചതായും അതിൽ 130ഓളം ഹൈമാസ് ലൈറ്റുകളും 100ഓളം സ്മാർട്ട് ക്ലാസ് റൂമുകളും 30 ബസ്സുകളും സ്കൂളുകൾക്ക് നൽകാനായി എന്നും ഇന്നസെന്റ് പറഞ്ഞു. പ്രാദേശിക തലത്തിൽ ചാലക്കുടി മണ്ഡലത്തിൽ തനിക്കെതിരെ വിമർശനം ഉയർന്നത് കാര്യമാക്കുന്നില്ല എന്നും അതിന്റെ നല്ല വശങ്ങൾ മാത്രമാണ് താൻ കാണുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനാൽ ഇത്തവണ ആശങ്കയില്ലെന്ന് ഇന്നസെന്റ് MP. CPM കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി മാളയിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു MP. പേരിനൊപ്പം സഖാവ് കൂടി ചേർത്ത് വിളിക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും ഇന്നസെന്റ് കൂട്ടിച്ചേർത്തു. വിവിധ മേഖലകളിൽ പുരസ്കാരം ലഭിച്ച വനിതകളെ MP ആദരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KP സുമതി വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം TC ഭാനുമതി അധ്യക്ഷയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K ചന്ദ്രൻപിള്ള, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KR വിജയ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് പുതുക്കാട് മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു. ആമ്പല്ലൂരിൽ നടന്ന AIYF കൺവെൻഷനിലും തലൂരിൽ നടന്ന മഹിളാ അസോസിയേഷൻ പാർലമെന്റിലുമാണ് സ്ഥാനാർത്ഥി സന്ദർശനം നടത്തിയത്. കരുവന്തല ദേവി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രനടയിൽ ആനച്ചമയ പ്രദർശനം ഒരുക്കിയിരുന്നു. കരുവന്തല നടയിൽ ഉയർത്തിയ ബഹുനില വർണ്ണപന്തൽ പ്രകാശിതമായി. ഉത്സവ ദിവസം രാവിലെ നടക്കുന്ന ക്ഷേത്ര പൂജാകർമ്മങ്ങൾക്ക് തന്ത്രി താമരപ്പിള്ളി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിൽ 6 ഗജവീരന്മാർ അണിനിരക്കും. മേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാരും പ്രാമാണികത്വം വഹിക്കും. ഗജവീരൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ കരുവന്തല ഭഗവതിയുടെ തിടമ്പേറ്റും. ചൊവ്വാഴ്ചയാണ് താഴത്തേക്കാവിൽ വേലയാഘോഷം. തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ കോലഴി ദേശക്കാരുടെ അശ്വതി മഹോത്സവം ആഘോഷിച്ചു. ഉച്ചയ്ക്ക് പൂവണി ശിവക്ഷേത്രത്തിൽ നിന്നും 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 2 മണിയോടെ വടകുറുമ്പക്കാവിലെത്തി.
പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് കിഴക്കൂട്ട അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ മേളവും അരങ്ങേറി. തിങ്കളാഴ്ച മുളങ്കുന്നത്തുകാവ് ദേശത്തിന്റെ ഭരണിവേല ആഘോഷിക്കും. ചൊവ്വാഴ്ച കാർത്തിക നാളിൽ വിശേഷാൽ ചടങ്ങുകൾക്കും ഗുരുതി പൂജയ്ക്കും ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. മോദി സർക്കാരിന്റെ 5 വർഷത്തെ ഭരണത്തിനിടയിൽ തൊഴിൽ മേഖലയിൽ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എം ബാപ്പുട്ടി പറഞ്ഞു. തൃശൂർ ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രവർത്തക യോഗം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് PR കറപ്പൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി IK വിഷ്ണുദാസ്, PA രാമദാസ്, VV അനിത, CK മജീദ്, MA വിജയൻ, KM അലി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. തിരുവത്ര കോട്ടപ്പുറത്ത് വീട് കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവത്ര കോട്ടപ്പുറം സ്വദേശികളായ കുന്നത്ത് നൌഷാദ്, തൊണ്ടൻപിരി മുഹമ്മദ് റാഫി, ചാലിൽ മുഹമ്മദ് ഷഫീഖ് എന്നിവരെയാണ് ചാവക്കാട് SIമാരായ ശശീന്ദ്രൻ മേലയിൽ, നവീൻ ഷാജ്, A അബ്ദുൽ ഹക്കീം എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവത്ര കോട്ടപ്പുറം ഫിഷറീസ് സ്കൂളിന് സമീപം 3-അംഗ സംഘം വീടുകയറി അമ്മയെയും മകനെയും ആക്രമിച്ചത്. മാടമ്പി ഗോപിയുടെ ഭാര്യ രാധ, മകൻ പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. വെങ്ങണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിലെ സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് പൊങ്കാല ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ കേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി നൽകിയ അഗ്നിയിൽ നിന്നും പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് പൊങ്കാല ആരംഭിച്ചത്. യദു എസ്മാരാരുടെ സോപാന സംഗീതം, മഹാദീപാരാധന, അമൃതഭോജനം എന്നിവയും ഉണ്ടായിരുന്നു. ഐക്കുന്ന് പാണ്ഡവഗിരി പൊങ്കാല മഹോത്സവം മഹിളാ സേവാ സമിതി പ്രസിഡന്റ് സരസ്വതി മോഹനൻ, സെക്രട്ടറി സുധ അനിലൻ, രേഖാ സാഗർ, രമണി സുഗതൻ എന്നിവർ പൊങ്കാല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം നിർമ്മിക്കുന്ന രാജ്യാന്തര നിലവാരത്തിലുള്ള കംഫർട്ട് സ്റ്റേഷൻ, ശീതീകരണ സംവിധാനത്തോടെയുള്ള ഡോർമിറ്ററി, വാട്ടർ ടാങ്ക് എന്നിവയുടെ ശിലാസ്ഥാപനം നടന്നു. ദേവസ്വം മെഡിക്കൽ സെന്ററിന് സമീപത്ത് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും പൈലിംഗ് ജോലികളുടെ സ്വിച്ച് ഓൺ കർമ്മവും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് നിർവഹിച്ചു. ഭരണസമിതി അംഗം M വിജയൻ അധ്യക്ഷനായിരുന്നു. ഗീതാഗോപി MLA, നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി എന്നിവർ മുഖ്യാതിഥികളായി. സുന്ദർ അയ്യർ മുംബൈ എന്ന ഭക്തന്റെ വഴിപാടായി 3.5 കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഉഴമലയ്ക്കൽ വേണുഗോപാൽ, KK രാമചന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ ASV ശിശിർ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കാട്ടൂർ ഗ്രാമീണ മാർക്കറ്റിന്റെ ശിലാസ്ഥാപന കർമ്മം പ്രൊഫസർ KU അരുണൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ് മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ പവിത്രൻ, ജയശ്രീ സുബ്രഹ്മണ്യൻ, TV ലത തുടങ്ങിയവർ പങ്കെടുത്തു. വൃദ്ധസദനങ്ങൾ പണിയുകയല്ല, മറിച്ച് സ്വന്തം വീടുകളിൽ വൃദ്ധജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് നാം ചെയ്യേണ്ടതെന്ന് സിറ്റിംഗ് MP CN ജയദേവൻ. നാട്ടിക മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ 7ാം വാർഷിക ആഘോഷവും പ്രതിഭകൾക്കുള്ള ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ VP നന്ദകുമാർ, കായിക പരിശീലകൻ VV കണ്ണൻ, ആയുർവേദ ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ എന്നിവർക്ക് MP സമ്മാനിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി CKG വൈദ്യർക്ക് വേണ്ടി മകൻ CG അജിത് കുമാറും, ചെമ്മീൻ സിനിമയുടെ മൺമറഞ്ഞ കലാകാരൻ AC സാബുവിനു വേണ്ടി ഭാര്യ ആനിയും പുരസ്കാരം ഏറ്റുവാങ്ങി. ഗീതാഗോപി MLA മുഖ്യാതിഥിയായി. സമിതി പ്രസിഡന്റ് പ്രേംലാൽ വല്ലപ്പാട് അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, PK സുഭാഷ് ചന്ദ്രൻ, സജി നെടിയിരിപ്പിൽ, MA സലീം എന്നിവർ സംസാരിച്ചു.
മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുണ്ടുകാട് ഗോപിനാഥൻ രാധ ദമ്പതികൾക്ക് രാജീവ് ഗാന്ധി പഠന കേന്ദ്രം സൗജന്യമായി നിർമ്മിച്ച രാജീവ് ഭവന്റെ താക്കോൽദാനം നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വീടിന്റെ സമർപ്പണം അനിൽ അക്കര MLA നിർവഹിച്ചു. യോഗത്തിൽ ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. ഫാദർ ആൻഡ്രൂ ചിറയത്ത്, ഫാദർ ബിജോയ് കാരിക്കുഴിയിൽ, തോമസ് പുത്തൂർ, TK മോഹനൻ, ജേസൺ മാത്യു എന്നിവർ സംസാരിച്ചു. കുഴൂർ സർക്കാർ സ്കൂളിൽ കണക്ക് പിഴയ്ക്കാതിരിക്കാൻ സരസു ടീച്ചറുടെ ആശയത്തിലൂടെ 12ാം വർഷവും രാത്രികാല ക്ലാസ്. 2008 മുതലാണ് കുഴൂർ സർക്കാർ സ്കൂളിൽ SSLC വിദ്യാർത്ഥികൾക്കായി ഗണിതശാസ്ത്രത്തിൽ അധിക പരിശീലനം നൽകുന്നത്. അതിലാണ് ഈ ട്രിപ്ലറ്റ്സിന്റെ ആവശ്യം വരുന്നത്. ഇത് നമുക്ക് 4 എന്ന് തന്നു, ഇത് 5 എന്ന് തന്നു, ഇതിന്റെ ആരം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയാൻ പറ്റണം എങ്ങനെയാ. ഗണിതശാസ്ത്രത്തെ ഇഷ്ടവിഷയമാക്കി മാറ്റുന്ന തരത്തിലുള്ള പഠന രീതിയാണ് ഈ അധ്യാപിക പിന്തുടരുന്നത്. 2004 വിദ്യാലയത്തിൽ സരസു ടീച്ചർ വരുമ്പോൾ കണക്കിൽ പിഴയ്ക്കാത്തവർ കുറവായിരുന്നു. വിജയശതമാനം 60-ൽ താഴെ നിൽക്കുന്നതിൽ വില്ലൻ വിഷയം കണക്കായിരുന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് സരസു ടീച്ചറുടെ ആശയം പ്രാവർത്തികമായത്. ഇത്തരത്തിൽ രാത്രികാല പ്രത്യേക ക്ലാസ് തുടങ്ങിയതോടെ കണക്കിൽ ആരും പരാജയം രുചിക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിക്കും കണക്കൊരു ബാലികേറ മലയല്ലെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. 2017 SSLC പരീക്ഷയിൽ സംസ്ഥാനമൊട്ടാകെ ഗണിതശാസ്ത്രം കടുകട്ടിയായപ്പോൾ സരസു ടീച്ചറുടെ കുട്ടികൾ പുഷ്പം പോലെ വിജയിച്ചു കയറി. വെറുതെ കഷ്ടിച്ച് വിജയിക്കുന്നതിനപ്പുറം എല്ലാവരും C ഗ്രേഡിനപ്പുറത്തേക്ക് കടക്കുകയായിരുന്നു. ഇത്തവണ 33 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. സ്കൂൾ വിട്ട് വീട്ടിൽ പോയ ശേഷം വൈകിട്ട് 6:30 രക്ഷിതാക്കൾക്കൊപ്പമാണ് കുട്ടികൾ തിരിച്ചെത്തുന്നത്. രാത്രി 9 വരെയാണ് ക്ലാസ്. ഞങ്ങൾ രാത്രി പഠന ക്ലാസ് ആരംഭിച്ചിട്ട് ഇത് 12ാം വർഷമാണ്. ഈ ക്ലാസ് മൂലം ഇവിടുത്തെ കുട്ടികൾക്ക് മികച്ച ഗ്രേഡോടെ SSLCയിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നുണ്ട്. ആർക്കും തന്നെ ഏറ്റവും താഴെയുള്ള D+ ഗ്രേഡ് കിട്ടാറില്ല. അതിനു മുകളിൽ C+ന് മുതലുള്ള ഗ്രേഡാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടാറുള്ളത്. ഗണിതശാസ്ത്രത്തെ രസകരമായി കൈകാര്യം ചെയ്യാനുള്ള കുറുക്കുവഴികളും സരസു ടീച്ചർ കുട്ടികൾക്ക് പകർന്നു നൽകും. SMDC, PTA, MPTA എന്നിവയുടെ സഹകരണത്തോടെയാണ് രാത്രികാല ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് ഇവർ ഭക്ഷണവും നൽകിയാണ് തിരിച്ചുവിടുക. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ ക്ലാസ് സന്ദർശിച്ച് സന്ദേശം നൽകി. കുഴൂർ സ്വദേശിയായ സരസു ടീച്ചർ ഇതേ സ്കൂളിലെ മുൻ അധ്യാപകനായ വാഴൂർ വിജയന്റെ ഭാര്യയാണ്. ഗണിതശാസ്ത്രത്തിലെ പ്രദർശനത്തിൽ ദേശീയ അംഗീകാരം വരെ നേടിയിട്ടുള്ള സരസു ടീച്ചർ തന്റെ കുട്ടികൾക്ക് കണക്കിൽ പിഴയ്ക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ്. TCV മാള. വെങ്കിടങ്ങ പഞ്ചായത്തിലെ പൊണ്ണമുത കോൾപ്പടവിന്റെ കിഴക്ക് ബണ്ട് ബലപ്പെടുത്തലിന്റെ ഭാഗമായുള്ള പുനർനിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബണ്ട് റോഡ് ബലപ്പെടുത്തുന്നത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് രതി M ശങ്കർ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് KV മനോഹരൻ, വാർഡ് മെമ്പർ അപ്പു ചീരോത്ത്, കോൾപ്പടവ് സെക്രട്ടറി P പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂറ്റ് MES അസ്മാബി കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അന്തർദേശീയ പ്രൈം കാവ്യോത്സവം സംഘടിപ്പിച്ചു. ഇറ്റാലിയൻ കവയിത്രിയും വിവർത്തകയുമായ കെലീന ടെമർട്ടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അമിതാഭ് ബച്ചൻ അധ്യക്ഷത വഹിച്ചു. തെലുങ്ക് കവയിത്രി പത്മജ അയ്യങ്കാർ പാടി മുഖ്യപ്രഭാഷണം നടത്തി. കവി പെരുഗു രാമകൃഷ്ണ, MES അസ്മാബി കോളേജ് മാനേജിംഗ് സെക്രട്ടറി KM അബ്ദുൽ സലാം, കവി സെബാസ്റ്റ്യൻ, ഡോക്ടർ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്റർനാഷണൽ പ്രൈം പോയട്രി പുരസ്കാരം നയൻതാരയ്ക്കും പ്രൈം പോയട്രി ജൂനിയർ പുരസ്കാരം സഞ്ജന വർമ്മ, അനുപമ പ്രകാശ് എന്നിവർക്കും സമ്മാനിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 15 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കൊടകര കുടിവെള്ള പദ്ധതിയുടെ കുളം നാടിന് സമർപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, വൈസ് പ്രസിഡന്റ് KS സുധ, PB പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
വാർത്തകളിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവും ദീർഘകാലം INTUC ജനറൽ സെക്രട്ടറിയുമായിരുന്ന എം ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. INTUC പ്രസിഡന്റ് TK ദേവസി, CRTU CPM നേതാക്കളായ UK മണി, KM അഷ്റഫ്, CPI നേതാവ് KV ശങ്കരനാരായണൻ, UDF നിയോജകമണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, മുൻ MLA PA മാധവൻ, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ വികസന മുന്നണി ജീവകാരുണ്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം നൽകി. ഒരു കാൽ മുറിച്ചു നീക്കേണ്ടി വന്ന ചെറമനേങ്ങാട് കുറിഞ്ചൂർഞ്ഞാലിൽ കുഞ്ഞിപ്പയ്ക്കും ക്യാൻസർ ബാധിതയായ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമുള്ള സഹായവുമാണ് കൈമാറിയത്. ജനകീയ വികസന മുന്നണി ചെയർമാൻ MY ഹംസ ഹാജി സഹായധനം കുഞ്ഞിപ്പയ്ക്ക് നൽകി. ജനറൽ കൺവീനർ ജലീൽ അദൂർ, വർക്കിംഗ് ചെയർമാൻ AK ഹസൻ, കമ്മിറ്റി അംഗങ്ങളായ PB ഷംസുദ്ദീൻ മൗലവി, ഷറഫുദ്ദീൻ ബാഖവി തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി പുസ്തകോത്സവം ആരംഭിച്ചു. മണിമലർക്കാവ് ക്ഷേത്ര പരിസരത്ത് ഈ മാസം 12 വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത്. കേരളത്തിലെ മികച്ച പ്രസാധകരുടെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകമേള തുടർച്ചയായി ഇത് 4ാം തവണയാണ് സംഘടിപ്പിക്കുന്നത്. ചെറുകഥാകൃത്ത് N രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ NM ഷകേഷ് അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KV വിശ്വംഭരൻ, നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ, സാംസ്കാരിക പ്രവർത്തകൻ MR രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വായന മരിച്ചിട്ടില്ല എന്നും വായനയുടെ തലങ്ങൾ മാറുകയാണ് ചെയ്തതെന്നും സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. ചാവക്കാട് നഗരസഭ 2017-18 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 9 ലക്ഷം രൂപ ചെലവിൽ വഞ്ചിക്കടവിൽ നിർമ്മിച്ച സംവിധായകൻ KR മോഹനൻ സ്മാരക ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ അധ്യക്ഷൻ NK അക്ബർ, M കൃഷ്ണദാസ്, P മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. അന്തരിച്ച കലാകാരനും കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന KK ജയപ്രകാശ് സ്മൃതി സന്ധ്യ പുന്നയിൽ സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. P യതീന്ദ്രദാസ് അധ്യക്ഷനായിരുന്നു. KV അബ്ദുൽ ഖാദർ MLA, പ്രവാസി ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദ്, മുൻ MLA PA മാധവൻ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കെയർ ഹോം പദ്ധതി പ്രകാരം മറ്റത്തൂരിൽ പൂർത്തിയായ ആദ്യ വീടിന്റെ താക്കോൽദാനം നടത്തി. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ള 4 വീടുകളിൽ ആദ്യത്തെ വീടാണ് കിഴക്കേ കോടാലിയിൽ പണി പൂർത്തിയായത്. കോടിയാത്ത് സൗമ്യ സച്ചിദാനന്ദന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് താക്കോൽ കൈമാറി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ PD ഷാജു, ബാങ്ക് പ്രസിഡന്റ് PK കൃഷ്ണൻകുട്ടി, സെക്രട്ടറി KR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ ചള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം PS ഇക്ബാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര സ്മാരക ചെറുകഥാ രചനാ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. കുരിക്കമ്പനികളുടെ തട്ടിപ്പിന് ഇരകളായ ആളുകളുടെ കൺവെൻഷൻ കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ നടന്നു. കാര ഫിഷറീസ് സ്കൂളിൽ നടന്ന കൺവെൻഷനിൽ എടവിലങ്ങ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MG അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം TM ഷാഫി, ബെന്നി കാവാലംകുഴി, KH ഷമീർ, VM നൌഷാദ് എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സംഘടിപ്പിച്ച അഖില കേരള ഇന്റർ കോളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റിൽ പാലാ സെന്റ് തോമസ് കോളേജ് ജേതാക്കളായി. 1-3 സെറ്റുകൾക്കാണ് പാലാ സെന്റ് തോമസ് കോളേജ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ കോളേജിനെ തോൽപ്പിച്ചത്. ജേതാക്കൾക്കുള്ള സഹൃദയൻ എവറോളിംഗ് ട്രോഫി കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിലും റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി ഫിനാൻസ് ഡയറക്ടർ ഫാദർ ഷാജു ചെറിയത്തും സമ്മാനിച്ചു. പറപ്പൂർ ഊരകം യുവജന വായനശാലയിൽ സ്ഥാപിച്ച LCD പ്രൊജക്ടറും സ്ക്രീനും ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 35,000 രൂപ ചെലവഴിച്ചാണ് പ്രൊജക്ടറും സ്ക്രീനും വായനശാലയിൽ സ്ഥാപിച്ചത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ES വിമലാനന്ദൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ, ഷൈജൻ കളാശ്ശേരി, TB അയൂബ്, സീമ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
പുനർനിർമ്മാണം പൂർത്തിയാക്കിയ മേച്ചേരിപ്പടി മനക്കൽക്കടവ് റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവിട്ടാണ് റോഡ് നവീകരിച്ചത്. മുരളി പെരുന്നെല്ലി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ യോഗത്തിൽ അധ്യക്ഷയായി. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ചളിങ്ങാട് കൂനിപ്പറമ്പ് റോഡിന്റെ ഉദ്ഘാടനം കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PA സജീർ, KS സിന്ധു, PA ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടാറിംഗ് നടത്തിയത്. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രോത്സവം വർണ്ണാഭമായി. രാവിലെ പറയെടുപ്പോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. കാഴ്ചശീവേലി, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. നവീകരിച്ച ചാലക്കുടി കോൺവെന്റ് റോഡിന്റെ ഉദ്ഘാടനം BD ദേവസി MLA നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ UV മാർട്ടിൻ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1 കിലോമീറ്റർ ദൂരം ടാറിംഗ്, ഡ്രൈനേജ്, നടപ്പാത എന്നിവയാണ് നിർമ്മിച്ചത്. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ പുതിയ സയൻസ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. BD ദേവസി MLA നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. കിഫ്ബിയിൽ നിന്നും 7.5 കോടി രൂപയാണ് പുതിയ ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചത്. കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. വെള്ളറക്കാട് ചിറമനേങ്ങാട് കുത്തൂർ ജോസിന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് പന്നി വീണത്. പരിക്കേറ്റ അവശനിലയിലായ പന്നിയെ നാട്ടുകാരും വനപാലകരും ചേർന്നാണ് പുറത്തെടുത്തത്. എരുമപ്പെട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഗണേഷ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കൺവെൻഷനും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വെള്ളറക്കാട് വിവേക സാഗരം LP സ്കൂളിൽ നടന്ന കൺവെൻഷൻ മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. റാഫ് കുന്നംകുളം താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV മുത്തു അധ്യക്ഷത വഹിച്ചു. MV സുരേഷ്, E ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ടെലിഫോൺ എക്സ്ചേഞ്ച് മുതൽ KSRC റോഡ് വരെയുള്ള ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. BD ദേവസി MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ UV മാർട്ടിൻ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 61 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. ആക്സ് എരുമപ്പെട്ടി ശങ്കരൻകാവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി CI വിപിൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PT ആൻഡ്രു അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് ആർമി ഓഫീസർ മേജർ ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി, ബ്രാഞ്ച് പ്രസിഡന്റ് ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സാവിത്രി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഐഷ B മുഹമ്മദ് അധ്യക്ഷയായിരുന്നു. KR ഹരി, ബൈന പ്രദീപ്, NR ഖാൻ, ജൂലിയറ്റ്, സുബൈദ ജബാർ എന്നിവർ സംസാരിച്ചു. പാവർട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. കാസർകോട് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OJ ഷാജൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സലാം വെൺമനാട്, AT ആൻഡോ, വിമല സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആക്ഷേപം. വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന ആളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളരി പുല്ലഴി സ്വദേശി ഉമേഷാണ് അറസ്റ്റിലായത്. ദേശീയ ആരോഗ്യ മിഷന്റെ നാഷണൽ ക്വാളിറ്റി എഷ്വറൻസ് സ്റ്റാൻഡേർഡ് പുരസ്കാരം ആനാപ്പുഴ അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്. ആധുനിക ചികിത്സാ രംഗത്തെ മികവിന് സംസ്ഥാനത്ത് ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ലഭിക്കുന്ന ആദ്യ പുരസ്കാരം. ചരിത്ര പ്രശസ്തമായ വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയ്ക്ക് ആരംഭമായി. തിങ്കളാഴ്ച നടക്കുന്ന ഭരണിവേലയിൽ പങ്കെടുക്കാൻ ദേശക്കുതിരകൾ ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.